പരിപാടി തുടങ്ങുകയാണ്. എല്ലാവരും ഇരിക്കുക. ക്യാമറയൊക്കെ റെഡിയായോ? ഇനി 42 സെക്കൻഡാണ് സംസാരിച്ചത്. 4 മിനിറ്റിൽ 42 സെക്കൻഡ് സംസാരിച്ചു. സുന്നിഭാഗത്ത് നിന്ന് നൗഷാദ് ഹസനി തന്നെ തുടരുന്നു. ബാക്കി സമയം എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ക്യാമറയൊക്കെ റെഡിയായി. നിസ്കാരവും ബാക്കിയുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പോകണം. തുടരുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പച്ച കള്ളം പറഞ്ഞപ്പോ ധൈര്യത്തോടെ നമ്മൾ ആവശ്യപ്പെട്ടു അത് കാണിക്കാൻ. ഇവർ പറഞ്ഞു മരിച്ചാലും കാണിക്കില്ല. കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, സയകൂനു ഫീ ആഖിരിസ് സമാൻ, അവസാന കാലങ്ങളിൽ വരും ദജ്ജാലൂന കദ്ദാബൂന, പച്ച കള്ളം പറയുന്നവർ, കളവ് മാത്രം പറയുന്നവർ രംഗത്ത് വരുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അതിന്റെ ഉദാഹരണമാണ്. എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ തയ്യാറായി പേപ്പർ കാണിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇല്ല. കാളവാദം ഉറപ്പാണ്. കള്ളന്മാരെന്ന് മനസ്സിലായില്ലേ? ഞാൻ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഇനിയെങ്കിലും പഠിച്ചോ. നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താ? ഒരു മലയാളം പഠിച്ചിട്ടില്ല, അറബി പഠിച്ചിട്ടില്ല. മഹാന്മാരോട് സഹായം തേടാൻ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ പറയാൻ. എന്നിട്ട് ഓതിയതോ ഇൻതദൂഹും, വെല്ലുവിളിക്കുന്നു ഞാൻ അതല്ലേ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയത്. കേട്ടോ, ബദരീങ്ങളെ കാക്കണേ, മുഹിയദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ല. ഇത് ഞങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയതല്ലേ. ഇൻ തദൂഹും, അപ്പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ആ പ്രാർത്ഥന അല്ല, അഭൗതിക മാർഗത്തിലൂടെ. അതാ ചോദ്യം. ഒരു പിന്നെ ഒന്നിന് ആയതല്ലേ. ഇത് എവിടെ പോയി നിങ്ങളെ കഥ? ഞാൻ പറഞ്ഞല്ലോ, ആ ആയത്ത് എന്താണ് ചർച്ച? ആ ആയത്ത് ഞങ്ങൾ പറയുന്ന ഇസ്തിഗാസയാണ് എന്നതിന്റെ കാരണം എന്താണ് ചോദ്യം. ഇനി പിന്നെ ആയത്തന്നെ ഊരാ. എന്താണ് നിങ്ങളിങ്ങനെ നബിയുടെ പിന്നിലെ ഈ ആയത്ത്? നിങ്ങൾ വേണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചിരിക്കാവും. ഇത് കണ്ടോ നിങ്ങള്? ഇതിന് നിങ്ങൾ സുന്നബി പറയുകയാണ്. വൈദ്യ സുന്നബി പല സലാസുനബി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും അവിടെ ചെറുക്കാന്ന് പറയും, പറയാൻ തുടങ്ങി. ഇരിക്കട്ടെ. ഇതെന്താണെന്നറിയോ? ഇതിൽ നിങ്ങൾ സബാബിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിഅമത്ത് റഹ്മത്ത് എന്ന വിശേഷണം പറഞ്ഞാൽ അവൻ മുശ്രിക്കാകുന്നു. പറയണം നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ ശിർക്കാൻ. ഖുർആനിൽ ശിർക്കുണ്ടോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലാഹി, നിങ്ങൾ ശിർക്ക് വെച്ചപ്പോൾ വായിച്ചില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ബറക്കത്തിന് 3 വലിയ പദങ്ങളുണ്ട്. ബറക്കത്ത് വിഷയം പഠിക്കണ്ട. റഹ്മത്ത്, ഫള്, നിഅമത്ത് ഇവയ്ക്ക് അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. ഇത്തരം വിശേഷണങ്ങൾ നബിക്കോ അവിടുത്തെ തിരുശേഷികൾക്കോ വകവെച്ചു കൊടുക്കൽ ശിർക്കാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? ലോക മുസ്ലിമീങ്ങളോട് ഞങ്ങളുടെ ചോദ്യമാണ്. ഇവരെല്ലാവരും മിസ്റ്റിക്കാക്കി എല്ലാവരും ഖുർആൻ ശിർക്കാം എന്ന് നിങ്ങൾ എത്രവിനെ വിശ്വസിക്കും. അടിവരയിട്ട് പറയുന്നു. ആ ദുആ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ദുആ അല്ല ഞങ്ങളുടെ വാദം. ആ ദുആ ആണ് ഞങ്ങളുടെ വാദം. എങ്കിൽ അതിന്റെ കാരണം എന്നുള്ള വരത്തിൽ ചോദിച്ചു. കാരണം ചോദിച്ചാൽ പിന്നെ ആയിരത്തിന് ഓതല ഒരു മന്ദബുദ്ധി എത്ര നേരത്തെ ഉണ്ടായ വിഷയത്തെക്കുറിച്ച് അഹ്സനി പറഞ്ഞ കാര്യത്തോട് നമുക്ക് 100% വിയോജിപ്പാണ്. മധ്യസ്ഥന്മാർ നമ്മളോട് പ്രതികരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രതികരിക്കുന്നത്. മധ്യസ്ഥന്മാരെ ഞങ്ങൾ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ്. പിന്നെ അതിന്റെ റിവ്യൂ കാണിക്കാൻ മരിച്ചാലും ഞങ്ങൾ തയ്യാറാവില്ല എന്ന് അഹ്സനി പറഞ്ഞുകൊണ്ട് പ്രശുദ്ധ കളവാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. മരിച്ചാലും റിവ്യൂ കാണിക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അയാൾ പറഞ്ഞിരിക്കുന്ന ശുദ്ധ കളവാണ്. അപ്പോ കളവിലൂടെ തന്നെയാ. ഇനി ദജ്ജാലൂനെ കസ്സാബൂനെ ഒക്കെ ഓതിയാണ്ടല്ലോ. അതിന് ബാക്കി എന്താ? സീമാഹു മുത്തഹലി അവിടെ വായിച്ചാളി.
ഈ മുസ്ലിയാക്കന്മാര് തലപ്പാവിനകത്ത് തലമുടി വളർത്താൻ തുടങ്ങിയത് സീമാഹുമു തഹരീക്ക് എന്ന ബാക്കി ഭാഗം ഞങ്ങൾ ഓടി തന്നത് മുതലാണ്. അതാണ് ഈ വസ്തുത. അപ്പോ അത് തലമുടി മുണ്ടനം ചെയ്യലാണ് അവർക്കുള്ള അടയാളം എന്നുള്ള ഭാഗവും കൂടി ഞങ്ങളുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കുറച്ചാൾക്കാരെ മുടി വളർത്താൻ തുടങ്ങിയത്. അതാണ് ഈ ആളുകളുടെ അവസ്ഥ. അതുവരെ എന്താ തലമുടി മുണ്ടനം ചെയ്യലാണെന്നത്തെ പുണ്യം, അതാണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ച ആൾക്കാരാണത്. ഇപ്പോ ഈ മുടിക്കച്ചവടയിൽ നടക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ബർക്കത്തുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതും മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് തോന്നുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോ വീണ്ടും ഇയാൾ വിഷയം വിട്ട് ബർക്കത്ത്, നിഅമത്ത്, റഹ്മത്ത് തുടങ്ങിയിരിക്കുന്ന കാര്യത്തിലേക്ക് വന്നു. ഞങ്ങളതാ പറഞ്ഞത്, വ്യവസ്ഥ വിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഈ റിവ്യൂയുടെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് വ്യവസ്ഥ വിട്ട് പോകാൻ പറ്റില്ല തന്നെയാണ്. ആ വ്യവസ്ഥയിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുവാൻ തയ്യാറാവണം. ഇവിടുത്തെ വിഷയം എന്താ? മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തോടുന്നതിന് അതിന് ഇസ്ലാമിന് തെളിവുണ്ടോ എന്നാണ് പറയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു രേഖയും ഉദ്ധരിച്ചിട്ടില്ല. പ്രവാചക ചര്യയിൽ നിന്ന് രേഖ ഉദ്ധരിച്ചിട്ടില്ല. ലോകത്ത് കടന്നുപോയിരിക്കുന്ന പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവവും ഉദ്ധരിച്ചിട്ടില്ല. പ്രവാചക തിരുമേനി ബദർ ശുഹദാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടില്ല. ലോകത്തിന്റെ 7 ഭാഗത്ത് നിന്ന് ആര് എപ്പോൾ വിളിച്ചു തേടിയാലും അതൊക്കെ പ്രത്യേകം കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് ഏതെങ്കിലും മഹാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കുവാൻ അവർക്ക് പറ്റിയിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ കാഫിറുകളോട് വരെ, ജീവിച്ചിരിക്കുന്ന കാഫിറുകളോട് വരെ സഹായം തേടിയിട്ടുണ്ടെങ്കിലും മരിച്ചുപോയ ഒരൊറ്റ മഹാനോടും പ്രവാചക തിരുമേനി സഹായം തേടിയിട്ടില്ല. തുടങ്ങി ഒരുപാട് സംഗതികൾ ആവർത്തിച്ച് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോ വിഷയത്തിലേക്ക് വരാൻ തയ്യാറാവാത്ത ആളുകൾ ഞങ്ങളോട് ചോദിക്കുമ്പോഴും വിഷയത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. പിന്നെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് എങ്ങനെയാണ് ശിർക്കാവുക, എന്തുകൊണ്ടാണ് ശിർക്കായത്, എന്താണ് കാരണമെന്നാണ് ഞാനാണ് നേരത്തെ ശ്രദ്ധയപ്പെടുത്തിയത്. അല്ലാഹും റസൂലും അത് ശിർക്കാന്ന് പറഞ്ഞുകൊണ്ട്, അള്ളി റസൂലും ശിർക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ കൈക്കെടുത്തു കൂടേണ്ട കാര്യം തന്നെ നമുക്ക് തോന്നിയിട്ടില്ല. അള്ളി റസൂലും ശിർക്കാന്ന് പറഞ്ഞ സംഗതിയാണ്. ഇന്നല്ലതീന തദൂനമിന്നൂനില്ല ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ തേടിക്കൊണ്ടിരിക്കുന്നവർ നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് തേടൂ, അവർ ഉത്തരം ചെയ്യട്ടെ എന്ന് ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ സഹായിക്കാൻ പറ്റിയ പിടിക്കാവുന്ന കൈകളോ, നടക്കാൻ പറ്റുന്ന കാലുകളോ, കാണാവുന്ന കണ്ണുകളോ, കേൾക്കാവുന്ന കാതുകളോ അവർക്കുണ്ടോ എന്ന് ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചതടക്കം അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന, തേട്ടം, ഇസ്തിഗാസ അത് വഴികേടാണ്, അത് ശിർക്കാണ്, അല്ലാഹു പൊറുക്കാത്ത പാപമാണ് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുമ്പോഴും പിന്നെയും ആ വിഷയത്തിൽ നിന്ന് കുതറിച്ചാടി വേറെ പല വിഷയങ്ങളിലേക്കും കടന്നുവന്ന് എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കഴിച്ചു തീർക്കണം എന്ന നിലപാടിലാണ് അഹ്സനിമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിഷയം ആവർത്തിച്ച് പിന്നെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് വ്യവസ്ഥ വിട്ടുപോകരുത്, വ്യവസ്ഥക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് വിഷയം സംസാരിക്കുവാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതിനപ്പുറത്ത് ജിന്നോ, മലക്കോ, ബർക്കത്തോ, കറാമത്തോ, മുഹ്ദത്തോ, മറ്റേത് വിഷയങ്ങളും, സിഹറടക്കമുള്ള ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം വ്യവസ്ഥ എഴുതി തയ്യാറാക്കി സമയം കണ്ടെത്തി ചർച്ചకు തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പിന്നെയും ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ സംസാരത്തിൽ അൽസരിയുടെ ഭാഗത്ത് നിന്ന് പുതിയ ചോദ്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നില്ല. കാടവുകളുടെ ഘോഷയാത്ര അതിന്റെ ഭാഗ്യത്തിലുണ്ടത്രേ സീമാഹുത്തഹലി വെല്ലുവിളിക്കും നിങ്ങളെ കാണിക്കത് പറയാനേക്ക് പോകുന്നതാ. അത് വ്യവസ്ഥയിലുണ്ട്. ഏത് അത് ടേപ്പ് കാണിക്കണം, കിതാബെടുക്ക് എവിടെ അടിക്കുന്ന ബാക്കി എവിടെ ഞങ്ങൾ വരുന്നത് ആ ഹദീസിന്റെ ബാക്കിയിൽ അതില്ല എന്തായി കൊണ്ടുപോവാം. എടുക്ക് സീമ ഈ ഹദീസ് തെറ്റാറിന്റെ കഥാവിന്റെ ബാക്കിയിലുണ്ടായത് എവിടെയത് പറയൂ നിങ്ങൾ കളവ്. പിന്നെ നിങ്ങൾ കാണിക്കൂലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കാണിക്കട്ടെ കഴിവിലങ്ങൾ നിങ്ങളോട് പ്രതികരിക്കട്ടെന്ന് പറഞ്ഞ ബാക്കി എടുക്കാന്ന് ഉറപ്പ്. അതുകൊണ്ട് എന്നോട് തന്നെ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കള്ളമേ സീമാനിക്കുന്നത്. പിന്നെ ഓടിയായിട്ടില്ല ഇന്റർവ്യൂ ചോദിക്കട്ടെ ഞാൻ അതിലൂടെ മരിച്ചോര് ഒന്ന് പറയുന്നത് ഇൻ മരിച്ചോര തദൂ മരിച്ചോര ഭൂ മരിച്ചോര പറയൂ നിങ്ങൾ എവിടെ മരിച്ചു വരുന്നതിൽ അത് നിങ്ങൾ ഉണ്ടാക്കി. അതാണ് ആ ആയത്തതിന് തെളിവല്ല
ഏതുപോലെ അറിയോ, ഒരാൾ ഹോട്ടലിൽ ചായ കുടിക്കാം, അപ്പൊ വേറെ ആയത്തോളം കുടിക്കലല്ല ചായ ഇന്നലെ സ്വപ്നം വെൽമൈസൂല്ല കള്ള് മഹാപാപ്പല്ലേ. ചങ്ങാതിമാരെ, ഇസ്ലാമിനൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താ? ഇമാം റാജി പറഞ്ഞു, ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തുന്ന ചോദ്യം. മനസ്സിലായോ? ഞാൻ മുഹിയദ്ദീൻ ശൈഖിനോട് പറയുന്നു, എന്റെ മനസ്സിലുള്ള ഉദ്ദേശം ശൈഖ് ജീലാനി റബ്ബാണെന്നാണോ ദൈവമാണെന്നാണോ? പറ്റൂല. അതാ പറഞ്ഞത് ഇൻതദൂഹും. മനസ്സിലായോ? എന്നിട്ട് അത് ഇവിടെ കൊടുത്ത് ചാർത്തുക, ഇത് ഖവാരിജിന്റെ സ്വഭാവമാണ്. മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചില്ലേ നിങ്ങളോട്, ഫാദിലെ റഹ്മത്ത് എന്ന് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കാഫിറാണെന്ന് നിങ്ങളുടെ പത്രം ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിഷേധിച്ചിട്ടില്ലല്ലോ നിങ്ങളെ സ്വഭാവ കയ്യിൽ പിടിച്ചാൽ ചോദിക്കുന്നത്. നബിയെ കുറിച്ച് ജനങ്ങളെ അറിഞ്ഞോ? ഹബീബിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിക്കാണെന്നല്ലേ നിങ്ങളെ പത്രത്തിൽ എഴുതിയത്? ഇതാണോ ദീനിന്റെ പത്രം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എനിക്ക് പഠിച്ചോ? ഞാൻ പഠിപ്പിച്ചുതരാം. ഇൻതദൂഹും. ആരെ വിളിച്ചാൽ മറിക്ക് തൊബി മറിക്ക് ഇബ്നു കസീർ ഐ ഇൻതദുൽ ആലിഹത, ബിംബങ്ങളെയും ദൈവങ്ങളെയും വിളിച്ചാൽ തിരിച്ചു വിട്ടാലിന്റെ കൈമാറണം. അത് ബിംബമാക്കി ദൈവമാക്കി ജിന്നിനെ വിളിച്ചാലും പ്രയോജനം, ആരെ വിളിച്ചാലും കുഴപ്പമാണ്. മനസ്സിലായോ? ഈസാ നബിന്റെ ആളുകൾ വിളിച്ചില്ലേ ദൈവപുത്രനാക്കി? ചെറുക്കാണ്, പ്രാർത്ഥനയാണ്. പഠിച്ചോ? മരിച്ചുപോയ പറഞ്ഞ് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, ദൈവമാണ് റബ്ബാണെന്ന് മരിച്ചു വിളിച്ചാൽ ചെറുക്കാൻ. അതായി തരൂ. ഇനിയെങ്കിലും പഠിച്ചോളൂ. എന്തെങ്കിലും ചോദിക്കട്ടെ, വിടൂല. ഇന്നും സിഹറൊന്നും വിടൂല. തബറുക്ക് ബർക്കത്തെടുത്താൻ മുസ്ലിക്കാവുന്ന നിങ്ങളെ മൗലം പഠിച്ചോ? എങ്ങനെ മറിഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിക്കാനുള്ള വിഷയം അത് പറയാൻ തയ്യാറായില്ല. ഞങ്ങളെ വിജയാലൊക്കെ ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറയുന്നില്ല. മറിഞ്ഞ വഴിയിലൂടെയുള്ള സഹായത്താൻ കാരണം എന്തേ തൊള്ളർക്കാത്തൊരു തുറക്കൂലകൾ. നിങ്ങളെ കാലം കഴിഞ്ഞു മക്കളെ. ഇത് നോക്കി ഞങ്ങള് ഇതിലിതാ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ കൊണ്ട് ബർക്കത്തെടുത്താൽ മുശ്രിക്കാകും. റസൂലുള്ളാഹിന്റെ എന്തുകൊണ്ട് ബർക്കത്തെടുത്താൽ മുശ്രിക്കാവും? നിങ്ങളെ CPM എനിക്ക് അറിയാമുണ്ടല്ല. നിങ്ങളെ ജനറൽ സെക്രട്ടറി ഇയാൾ പറയുന്നു, നബി തങ്ങളുടെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ കൊണ്ട് ബർക്കത്തെടുത്തിരുന്നു. എന്റെ ചോദ്യം, CPM മുശ്രിക്കാണോ? മുശ്രിക്കിന്റെ ലിസ്റ്റ് കാര്യമില്ലായ്മ ഇല്ല. കാരണം എന്താ? അമാനി മൗലവി, മൂസ മൗലവി തുടങ്ങിയിട്ട് ലാസ്റ്റ് ഏത് വരെ നിങ്ങളുടെ സ്വന്തം ജനറൽ സെക്രട്ടറി CP വരെ ശരിക്കും. പിന്നെ ഖുർആനിൽ ശിർക്ക്. എവിടുക്കാങ്ങളെ ശിർക്കി കൊണ്ടുപോകും? ഇത് എന്ത് ശിർക്കാണോ? ഇന്ന ശിർക്കാണോ? ഇന്നോടെ ശിർക്കാ? ശരി, ഇന്റർവ്യൂ വെല്ലുവിളിക്കുന്നു നിങ്ങളെ കൊണ്ടുപോകാൻ. ഖുർആനിലെ ആയത്ത് വിഗ്രഹങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഇപ്പോൾ ആസ്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വിശ്യാവരണം മുതൽ ഓതി കേൾപ്പിച്ചാണ്, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ല ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ. നിങ്ങൾ വിഗ്രഹങ്ങളാ? നിങ്ങൾക്ക് ജീവനില്ലേ? നിങ്ങൾ ഇളകുന്നില്ലേ? നിങ്ങൾ സംസാരിക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? നിങ്ങൾ മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഖുർആൻ എടുത്തു പറഞ്ഞത്, വല്ലദീന യദഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംബാതുൻ ഗൈറു അഹ്യാ വമാ യശ്കുറൂന അയ്യാന യുബഅസൂൻ. അവർ ജീവനില്ലാത്തവരാണ്, മരണപ്പെട്ടവരാണ്, ഒന്നിനെയും സൃഷ്ടിക്കാത്തവരാണ് എന്നും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയല്ലോ. ഖുർത്തുബിയും അതുപോലെയുള്ള തഫ്സീറുകളൊക്കെ എടുത്ത് മനസ്സിൽ നോക്കൂ. അതിൽ കൃത്യമായി പറയുന്നത് വിഗ്രഹങ്ങളെ പറയുന്ന കൂടെ തന്നെ അമ്പിയാക്കൾപ്പെടും എന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കൂടെ പറഞ്ഞത് വിട്ടുകൊണ്ടാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല, മരിച്ചുപോയ മഹാത്മാക്കൾ, അമ്പിയാക്കള്, ഔലിയാക്കള്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിരിക്കുന്നവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ സംസാരിച്ചത്. റൂഹുൽ ബയാനിലും അതുപോലെ ഖുർത്തുബിയിലുമൊക്കെ ഈ കാര്യം ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവര് പുതിയ വാദഗതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല. അതുപോലെ തന്നെ
ഇത് മരിച്ചുപോയ മഹാത്മാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ അടക്കമുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് എന്ന് തഫ്സീറുകൾ പറഞ്ഞത്. ഞങ്ങളുടെ സ്വന്തം വകയല്ല. അത് ആ നിലക്ക് നിങ്ങൾ എടുത്തുദ്ധരിച്ചത്. തുടക്കത്തിൽ വിഷയാവതരണം മുതൽ ഈ സംഗതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇബാദുൻ അംസാലുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നല്ലാതെ നിങ്ങളെപ്പോലെയുള്ള വിഗ്രഹങ്ങളിൽ അർത്ഥമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ മുമ്പെന്താ ഖുർആൻ ഈ ബർക്കത്ത്, റഹ്മത്ത്, അതുപോലെ ബർക്കത്തെടുത്താല് അവശിഷ്ടങ്ങൾ കൊണ്ട് ബർക്കത്തെടുത്താല് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ അത് പെടുന്നില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന വ്യവസ്ഥയിൽ ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ച് വാചകം പോലുമില്ല. മരിച്ച് മൗലീദേക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ഖുർആൻ അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ലെന്നും അത് ശിർക്കല്ലെന്നും പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്നുമാണ് നിങ്ങൾ വാദം എഴുതിയത്. അതിനാൽ ആ വാദത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടായിരിക്കണം വിഷയം സംസാരിക്കേണ്ടത്. മാത്രവുമല്ല എന്ന ആയത്തിന്റെ അവസാനം പറഞ്ഞ നിങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്തിഗാസ അത് ശിർക്കാണ്. പരലോകത്ത് വരുമ്പോ അവരെ നിഷേധിക്കും, അവരെ തള്ളിക്കളയും. ഏതാ ശിർക്ക്? അവർക്ക് വേണ്ടി അവരോട് നടത്തിയിരിക്കുന്ന ദുആ അഥവാ ഇസ്തിഗാസ എന്ന് കൃത്യമായി ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ടാ ഉപരെന്ത് ചെയ്യുന്നത്? പുതിയ വാദങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം, വാദത്തിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കുവാൻ. ചോദ്യം ചോദിക്കുകയാണെങ്കിലും ഉത്തരം പറയുകയാണെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിലും എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് വിഷയത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വഫാത്തായി പോയ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്താൽ ചെറുക്കാണെന്നൊക്കെ വായിച്ചിരുന്നു. ഇല്ല, വഫാത്തായി പോയ മഹാന്മാരോട് അവരുടെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് ചെറുക്കാണെന്ന് പറയാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. പച്ചനുണയാണ് പറഞ്ഞത്. പിന്നെ സീമാവുത്തഹ്ലീഖ് ഞങ്ങൾ മറക്കൂല, ഏപ്രിക്കാടും മറക്കൂല. നിങ്ങളങ്ങനെ വിചാരണ ചെയ്തോളാം, ജനകീയ വിചാരണ. എന്തേ മൗലവി തുമ്മ എറുതിയ ഹാര ഇവൽ മഹബൂദീന നിമ്മായാക്കി ബാക്കി എന്തൊക്കെ വായിക്കാനും മടി വായിക്കാൻ മടി. വല്ലാത്തൊരു കഷ്ടം തന്നെ. ജിന്ന് പോലെ ഇതരെ ഞങ്ങളോട് അറിയല്ലേ? ഞങ്ങൾ പറഞ്ഞേരാ കേട്ടോ അതിന്റെ അർത്ഥം. ഇൻതദൂഹും എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഇവരൊക്കെ ആകുക? ഇരൽ മഹബൂദീന. പഠിച്ചു വെച്ചോ, അവർക്ക് ചെയ്യുന്ന ഉടമയാണ്, അടിമയാണ്, ദൈവമാണ്. ഈ നിരക്ക് ചെയ്യുന്ന ഇബാദത്ത് ചെയ്താൽ അതിന് ജിന്നും പെട്ടു, എല്ലാവരും പെട്ടു. ജിന്ന് വായിക്കാൻ വരെ മടിയേ. ഇത് കരിമിലാക്കൽ തന്നെ അല്ലേ? ഇപ്പൊ ആരൊക്കെ മുസ്ലിക്കായത്? CP ഖുർആാന്, പിന്നെ റഹ്മത്ത് പദം മുസ്ലിക്ക്, പിന്നെ അമാനി മൗലവി, പിന്നെ കൊണ്ട് തുടങ്ങിയിട്ട് മൂസ മൗലവി, KM മൗലവി, പിന്നെ മുഴുവൻ ഇമാമികളും. ഈ ഇമാമികളൊന്നും ഇല്ലാത്ത സ്വർഗത്തിലേക്കാണോ നിങ്ങളെ പോയിട്ട്? ആ സ്വർഗത്തിന്റെ പേരാണോ നരകം? അതിലേക്ക് പോയിക്കോ. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാ, നബവിമാമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടുന്നപ്പോൾ മറക്കണ്ട, അത് നിങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തെ ചോദ്യം കൂടി പിടിച്ചോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഉന്നുർനായ റസൂലല്ലാഹ് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണോ? പറയണം. അവൻ മുശ്രിക്കാണോ? പറയണം. നിങ്ങൾ ഖുർആൻ പറഞ്ഞുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വരോടും നിങ്ങൾ പറയണം അല്ലാഹുവിന്റെ റസൂലിനോട് ഉന്നുർന പറയണം. നിങ്ങൾ ഇവരൊരു ശിർക്ക് തൊഴിലാളികളാണ്. എല്ലാവരും മുശ്രിക്ക്. സിഹ്ർ പഠിക്കും മുശ്രിക്ക്, ബർക്കത്തെടുത്താൽ മുശ്രിക്ക്, റസൂലിനെ കുറിച്ച് റഹ്മത്ത് അറിഞ്ഞാൽ മുശ്രിക്ക്. മുശ്രിക്കുകളുടെ ഒരു പടയാണോ ഈ ഗ്രൂപ്പ്? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്നിട്ട് ഹദീസും പഠിച്ചിട്ടില്ല, ആയത്തും പഠിച്ചിട്ടില്ല. ഇപ്പം നസ്രാഫ് എഴുന്നേൽക്കുന്നത് കുറെ ഇങ്ങനെ നോളായി നോക്കി ഞാൻ പോയി. ഒരു കാര്യമില്ല മക്കളെ. പിന്നെ സംസ്കാരം സംസാരിച്ചു. അത് ഞങ്ങളെ ധൈര്യമില്ലാത്തത് തന്നെ ഒഴിവാക്കി. ഞങ്ങൾ പറയട്ടെ, മാന്യമായി ഒറ്റവാക്കിൽ പറയുന്നു. ഞങ്ങളോട് ഞങ്ങളെ റബ്ബ് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇമാം റാദി പറഞ്ഞു, ഇസ്തിഗ്ഫാറുൽ അബ്ദി റബ്ബഹു
ഒരു ശക്തിയോട് നമ്മൾ തേടുന്നു, ദൈവമാണ് റബ്ബാണെന്ന നിലയ്ക്ക് ആ തേട്ടം റബ്ബിനോടല്ലാതെ പറ്റില്ല. അതാണ് ഇൻ തദൂഹും എന്ന് പറഞ്ഞത്, അതാണ് ലാ തദൂഹു മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞത്, അതാണ് ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് എന്ന് പറഞ്ഞത്, അതാണ് ഖുൽ ഇന്നമാ അദൂ റബ്ബി എന്ന് പറഞ്ഞത്. ഈ പ്രാർത്ഥനകളൊക്കെ ഈ പറഞ്ഞ ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു, റബ്ബാണ് ദൈവമാണെന്ന് വിചാരിച്ചിട്ടാ റാദിമാമ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നബിയോട് പറയുന്നതോ അൽ ഖുർആൻ ഞങ്ങളോട് പറഞ്ഞിട്ടാ പറയൂ നബിയോട് ഉന്തുർന്ന ചോദ്യം. ഇക്കാലത്ത് ഉന്തുർന്ന നബിയോട് പറഞ്ഞ മുസ്ലിക്കാണോ? റഹ്മത്ത് നിങ്ങൾക്ക് ചെറുക്കന്നെ കാരണം, കാരണം റഹ്മത്തിന് റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞ ചെറുക്കാണ്. ജനങ്ങളെ കേൾക്കുന്നില്ലേ? ദയവിട്ടായിട്ട് പരലോകമാണോ നിങ്ങളുടെ ചിന്ത? സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ നിൽക്കണോ? ഒരു വാക്ക് പറയട്ടെ, മിണ്ടാൻ കഴിഞ്ഞവർ റഹ്മത്ത് എന്ന് പറഞ്ഞ ചെറുക്കാൻ വരെ ഞാൻ ഉദ്ധരിച്ചിട്ടു കാരണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, നബവി ഇമാമിന്റെ കൂടെ സ്വർഗത്തിൽ പോകണോ? ചോദ്യമാണ്. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? റസൂലിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പറക്കെടുത്ത ഉമ്മുസലമ ബീവി, ഉമ്മുസലീം ഇവരൊക്കെ മുശ്രിക്ക്, ബുഖാരി ഇമാം മുശ്രിക്ക്, സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മുശ്രിക്ക്. ഇങ്ങനെ ഒരു ശിർക്ക് തൊഴിലാളികളെ നമുക്ക് വേണോ? വേണ്ട. അതാ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വിളിച്ചോളായ റസൂലല്ലാഹ്. എന്റെ കോടമ്പുഴയിലെ പ്രവർത്തകരെ അഭിനന്ദനങ്ങൾ, മധ്യസ്ഥന്മാർക്കും അഭിനന്ദനങ്ങൾ. തീർത്ത് ഞാൻ പറയുന്നു, ഞങ്ങളെ തെളിവ് സമർപ്പിച്ചു. ഇന്നമാ വലിക്കും മുതൽ ഉണ്ടുന്നവരെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ തൗഹീദുകൾ പൊളിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിളിക്കും ഉണ്ടുർനായ റസൂലല്ലാഹ്. ഈ സംവാദത്തിലെ അവസാനത്തെ ഭാഗത്തേക്ക് തിരിക്കാൻ ഇവിടെ ഒരു കാര്യം ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടും. അല്ലാഹുവിന്റെ പ്രവാചകർ മരിച്ചുപോയ മറ്റു ഒരു പ്രവാചകരോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഇന്നുവരെ അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ മരിച്ചുപോയ ബദർ ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഇന്നുവരെ അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ആര് എപ്പോൾ വിളിച്ചു തേടിയാലും അതൊക്കെ പ്രത്യേകം കേട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഏതെങ്കിലും ഒരു മഹാന് അള്ളാഹു കൊടുത്തതായി ഇതുവരെ അഹ്സനിമാർ സംസാരിച്ച എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാഫിറുകൾ വരെ സഹായം തേടിയിരിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരിച്ചുപോയ ഒരു മഹാനോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവവും ഇതുവരെയും അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. ഈ വിഷയത്തിന്റെ മർമ്മം മുഹീദിശേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ അള്ളാഹു ശിർക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ശിർക്കുമല്ല, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്ന് വാദമെഴുതിയിരിക്കുന്ന അഹ്സനിമാർ അതിന് ഉപോത്ബലകമായി നമ്മൾ ചോദിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളോട് കൃത്യമായി പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? ഇതുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത വേറൊരുപാട് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ സമയമൊന്ന് കളയാൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രമാണ്. അതില് പ്രധാനമായും ഇവർ കൊണ്ടുപിടിച്ച് വന്നിരിക്കുന്നത് ശരിയമുള്ള അബ്ദുൽ ഹമീദ് മദനി ശബാബിൽ മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ്. ആ വിഷയം ഞങ്ങളുടെ ചർച്ചയ്ക്ക് അറിയുന്നത് അത് ഇതിന്റെ വ്യവസ്ഥയുമായി നേർക്കുനേരെ ബന്ധമില്ലാത്തതുകൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാമെന്നതുകൊണ്ടുമാണ്. എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ, 2009 ശബാബ് അതുകൂടി അഹ്സനിമായി വായിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഏറ്റവും പുതിയ ശബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു. ഈ ശബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം ചേർന്നത് തൗഹീദിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ശരിയമുണ്ടെന്ന് ജിന്നുകളോട് സഹായം ചേർന്നതും മലക്കുകളോട് സഹായം ചേർന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ശബാബിലൂടെ അതേ ശരിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരവായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ശബാബിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ വിഷയത്തിലേക്ക്, അടിസ്ഥാന വിഷയത്തിലേക്ക്, മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു ചേർന്നതിന് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലമില്ലാത്തതുകൊണ്ട് ആ വിഷയം
ആൽസനിമാരെ കാലിട്ട് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ആ ഭാഗം അവിടെ തന്നെ വെച്ചത്. വിഷയത്തിലേക്ക് വരട്ടെ, വാദത്തിലേക്ക് വരട്ടെ, എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടക്കട്ടെ. പല സ്ഥലങ്ങളിലും അവർ ചെയ്യുന്ന പോലെ വിഷയം വിട്ട് വാദം വിട്ട് പല ദിക്കിലൂടെ സഞ്ചരിച്ച് അവസാനം എന്തിനാണ് പദപ്രയോഗം നടത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് തടയിടുവാൻ വേണ്ടി വാദത്തിൽ ഉറച്ചെന്ന് സംസാരിക്കുവാനും വ്യവസ്ഥക്കനുസരിച്ച് മുന്നോട്ട് പോകുവാനും തയ്യാറാവണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, ചെറിയ മുണ്ടത്തെ മുസ്ലിക്കാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ചെറിയ മുണ്ടത്തിന് പേരാളുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് ആരോപിക്കാൻ സാധിക്കില്ല. ജിന്നും സിഹിറും അതുപോലെയുള്ള മലക്കും അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഭാഗത്തെ മുസ്ലിക്കാക്കുവാനും ശിർക്ക് ആരോപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കില്ല. മനപ്പായസം ഉണ്ണാമെന്നല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ളവരാണ്. ജിന്നിനോട് വിളിക്കുന്നതും മലക്കിനെ വിളിക്കുന്നതും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കുന്നതും ശിർക്ക് തന്നെയാണ്, തനിച്ച് തന്നെയാണ് എന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാനത്തിന് ഇനിയും പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയുമില്ല. എന്നാൽ എഴുതപ്പെടുന്ന ലേഖനങ്ങളിൽ വാചകങ്ങളിൽ എവിടെയെങ്കിലും കരിലങ്ങൾ വന്നാൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ആവശ്യമുള്ള വിശദീകരണം നൽകും. ഇപ്പോൾ ഏറ്റവും അവസാനം ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മകൻ തന്നെ ഷബാബിന്റെ സാധകളിലൂടെ ആ കാര്യങ്ങൾ വ്യക്തമാക്കി വിശദമാക്കി ശിർക്കാണ് എന്ന് സമർപ്പിച്ച് മാലോകരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൽസനിമാർ അറിഞ്ഞിട്ടില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു, ജിന്നിനെ വിളിച്ചാലും മരത്തിനെ വിളിച്ചാലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചാലും അതിൽ രോഗം വെച്ച ശിർക്കാണ്. ആ ശിർക്കിൽ ആരൊക്കെ എത്തിപ്പെടുന്നുവോ അവർ ആ വഴിയെ തന്നെയായിരിക്കും ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നാളെ സദസ്സ് നിശബ്ദാകുക. സമയം വളരെ വൈകിട്ടുണ്ട്. നിസ്കാരം കലാവും. അതുകൊണ്ട് ഞങ്ങൾ മധ്യസ്ഥന്മാർ ചേർന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇവിടെ നടക്കേണ്ടുന്ന അവലോകനം 5 മിനിറ്റായി ചുരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് നിസ്കരിക്കാനുള്ളത് കൊണ്ട് എല്ലാവരും സഹകരിക്കുക. തൽക്കാലം നിശബ്ദരാവുക. നറുക്കെടുക്കുകയാണ്. നറുക്കെടുത്ത് ലഭിക്കുന്നവർ അവലോകനം നടത്തുന്നതാണ്. അത് സഹോദരന്മാരെ, നമ്മൾ അവസാനത്തിലേക്ക് വരികയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 10 മിനിറ്റ് എന്നത് ഞങ്ങളൊരു ധാരണയിലെത്തി. നമസ്കാരത്തിനൊക്കെ സമയമായതിൻ്റെ വൈദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് 5 മിനിറ്റാക്കി ചുരുക്കിയിട്ടുണ്ട്. അതിൽ നറുക്കെടുപ്പിലൂടെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് സുന്നി വിഭാഗത്തിൽ നിന്നാണ്. അതിനവരെ അനുസരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2001 പുസ്തകമായി പ്രസിദ്ധീകരിച്ച് ഷബാബിൽ വന്ന ചെറിയ മുണ്ടത്തിന്റെ റിപ്പോർട്ടിൽ വിജനപ്രദേശത്ത് വെച്ച് മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞത് 10 വർഷങ്ങൾക്ക് ശേഷം തിരുത്തിയത് പുലമ്പുകയാണ് ഇപ്പോൾ ഇവിടെ സാധിക്കുന്നത്. ആ കാലയളവിലൊക്കെ ചീർപ്പടിച്ചത് മുശ്രിക്കായിരുന്നോ എന്ന് നാളെ മുജാഹിദിന്റെ നേതാക്കൾ നിങ്ങളെ മൂക്കത്ത് വെച്ച് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാനുള്ള ആർജവത്തോടുകൂടി ഇറങ്ങിയാൽ മതി എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നേതാവ് ഷൗക്കാനി എവിടെ പോയി? അയാൾ പറഞ്ഞില്ലേ അതിൽ ശിർക്കില്ല എന്ന്? പറഞ്ഞോ നിങ്ങൾ ഇവിടെ വെച്ച്? ഇമാം നബവിയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും